അല്ല രാധ ടീച്ചറെ, യൂണിവേഴ്സിറ്റി എന്നുള്ള സർക്കുലർ വന്നായിരുന്നോ? ആ, ഞാനും തന്നെ നോക്കിയിരിക്കുവായിരുന്നു. എന്താടോ? മിസ്സേ, ഇന്റേണൽ മാർക്ക് ഇന്റേണൽ മാർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നാണല്ലോ. എനിക്ക് ഇന്റേണൽ മാർക്ക് വളരെ കുറവാ വന്നിരിക്കുന്നത്. താൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് അതിനുള്ള മാർക്ക് ഉണ്ടാവും, നല്ലപോലെ ചെയ്തിട്ടില്ലേ അതിനുള്ള മാർക്ക് ഉണ്ടാവത്തുള്ളൂ. എന്തിനാ മിസ് ഇങ്ങനെ പിള്ളേരെ ക്ലാസിഫൈ ചെയ്ത് മാർക്ക് ഇടുന്നത്? ടീച്ചറിന് ഇഷ്ടപ്പെട്ട പിള്ളേർക്കൊക്കെ നല്ല മാർക്കും ഉണ്ട്, അല്ലാത്തവർക്കൊക്കെ ഭയങ്കര കുറവ്. ഞാൻ ഒരു കുട്ടികളെ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കാണാറൊന്നുമില്ല. എനിക്ക് എല്ലാ കുട്ടികളും ഒരേപോലെയാ. മിസ്സേ, കഴിഞ്ഞ സെമ്മില് ആരാധന സിത്താരൊന്നും ക്ലാസ്സിൽ പോലും കയറിയിട്ടില്ല, അതവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്റേണൽ മാർക്ക് വന്നപ്പോൾ അറ്റൻഡൻസിന് അവർക്ക് ഫുൾ മാർക്ക്. അതെങ്ങനെയാ? ആ ആ കുട്ടികൾ ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിനും പിന്നെ ഇവിടെ ആർട്സ് ക്ലബിന്റെ പ്രോഗ്രാമിനൊക്കെ പോയതായിരുന്നു. അതിനൊക്കെയുള്ള അറ്റൻഡൻസ് ക്ലെയിം അവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു, അത്ര തന്നെ. മിസ്സിന് വേണ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ മിസ് മാർക്ക് ഇട്ട് കൊടുത്തു, അല്ലാതെ ഞങ്ങളെ പോലെ കുറച്ച് പാവങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കാണ് ഇന്റേണൽ മാർക്കും ഇല്ല. ഞാൻ തന്നോട് കൂടുതലൊന്നും തർക്കിക്കാനില്ല. ഇങ്ങനെയുള്ളവരോട് എങ്ങനെയല്ലേ രാധ ടീച്ചർ നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഈ കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ ഭാവി വെച്ച് മാം ഇങ്ങനെ കളിക്കരുത്. ദൃശ്യക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളിന്റെ അടുത്ത് തന്നെ കൊടുത്തോളാം. അല്ലാതെ ഇവിടെ കിടന്ന് എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മിസ്സേ, ശരത്ത് ഇന്നലെ ആയിരുന്നല്ലോ അസൈൻമെന്റ് വെച്ച്, പിന്നെ അവനെങ്ങനെയാ ഫുൾ മാർക്ക് വന്നേ? ആര്? ശരത്തോ? ശരത്ത് നേരത്തെ അസൈൻമെന്റ് വെച്ച് കൂട്ടിയായിരുന്നല്ലോ. അല്ല മിസ്സേ, അവൻ ഇന്നലെ അസൈൻമെന്റ് വെച്ച്, ഞങ്ങൾ കണ്ടതാണല്ലോ അവൻ അസൈൻമെന്റ് കൊണ്ടേ വെക്കുന്നത്. ഇന്നലെയോ? ആഹാ. ഇന്നലെ ശരത്തിനെ വിളിച്ചിട്ട് അവന്റെ അസൈൻമെന്റിൽ റോൾ നമ്പർ ഇല്ല, റോൾ നമ്പർ എഴുതാൻ പറഞ്ഞ് അവനെ തിരിച്ചും ക്ലാസ്സിൽ നിന്ന് വിട്ടായിരുന്നു. അതായിരിക്കും നിങ്ങൾ കണ്ടുതരുന്നിട്ട്. അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ എന്തിനാ? നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരേപോലെയാണല്ലോ. അവൻ ഇന്നലെ ക്ലാസ്സിൽ ഇരുന്ന് അസൈൻമെന്റ് എഴുതിയിട്ട് ആ അവർ കഴിഞ്ഞിട്ടാണ് മാമിന് കൊണ്ടേ സബ്മിറ്റ് ചെയ്തത്. നമ്മൾ ക്ലാസ്സിലിരുന്ന പിള്ളേർ മൊത്തം കണ്ടത് അവൻ അവിടെ ഇരുന്ന് അസൈൻമെന്റ് എഴുതുന്നത്. സോ മാം കൂടുതൽ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ് കഷ്ടപ്പെടണമെന്നില്ല. അല്ല കുട്ടി, തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരെ? ഏ ബാക്കിയുള്ള കുട്ടികൾ എപ്പോഴും അസൈൻമെന്റ് വെക്കണെന്നൊക്കെ താൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തനിക്ക് തന്റെ കാര്യം നോക്കി തനിക്ക് കറക്റ്റ് സമയത്ത് അസൈൻമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് ഞങ്ങൾ ഇടും, അത്ര തന്നെ. മിസ്സേ, ഇത് പാർഷ്യാലിറ്റി ആണ്, പ്ലീസ്. അല്ല ഇപ്പൊ സത്യത്തിൽ എന്താ തന്റെ പ്രശ്നം? ശരത്തിന് ഞാൻ 20-ൽ 20 കൊടുത്തതാണോ, തനിക്ക് 20-ൽ 15 ആയതാണോ തന്റെ പ്രശ്നം? നല്ലപോലെ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കല്ലേ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ രാധ ടീച്ചർ പറഞ്ഞു. ആ കുട്ടി നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവന് 20-ൽ 20 കൊടുത്തു. തന്റെ പെർഫോമൻസ് ഭയങ്കര വീക്കാ, അതുകൊണ്ടാണ് ഞാൻ മാർക്ക് കുറച്ചത്. പിന്നെ രാധ ടീച്ചർക്ക് അറിയാലോ, ശരത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എലക്യൂഷൻ ഫസ്റ്റ് ആണ്. അയ്യോ ഇല്ലല്ലേ? ആ ഹസ്ബൻഡാണ് പഠിപ്പിച്ചത്. അയ്യോ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. എടോ കുട്ടി, തന്നോട് ഇപ്പൊ ഞാൻ എന്താ പറയാ? താൻ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാതെ സ്വന്തം കാര്യം അന്വേഷിച്ച് വല്ലതും ചെയ്യാതൊക്കെ. ബാക്കിയുള്ള കുട്ടികൾക്ക് മാർക്ക് കിട്ടിയില്ല എന്നാണ് നടക്കുക. തനിക്ക് എന്തായാലും മിനിമം ഇന്റേണൽ മാർക്ക് ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്താ? എക്സാം എഴുതാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ചെല്ലുന്ന